അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇവർ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയവരെ പറ്റിയുള്ളൊരു കാര്യമാണ് പറഞ്ഞത്. ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങിയവരെല്ലാവരും ഒരുപാട് ഇൻ്റർവ്യൂ കൊടുക്കുന്നുണ്ട്. അത് ബിൻസിയൊക്കെ ആണെങ്കിൽ നിലം തൊടാതെ അങ്ങ് പറന്ന് കിടന്നാണ് ഇൻ്റർവ്യൂ കൊടുക്കുന്നത്. അങ്ങനെ കുറേ പേരുണ്ട് അപ്പം അതിന് കൊടുക്കുന്നുണ്ട്. ഇങ്ങനെ ഇവരെല്ലാം കൊടുക്കും. പക്ഷേ എനിക്കൊന്ന് ഏറ്റവും കൂടുതൽ ഇങ്ങനെ ഇൻ്റർവ്യൂ കൊടുക്കുന്നത് ബിൻസി എന്ന് തോന്നുന്നു. പക്ഷേ ഇതുവരെ അങ്ങനെ ഒന്നിലും വരാൻ നിൽക്കുന്ന ഒരാളുണ്ട്. ആരാണെന്നറിയുമോ? അനീഷ്. അപ്പം നമുക്ക് ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാതെ പോകരുത്. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, വീഡിയോ ഇഷ്ടമെങ്കിൽ ഷെയറും കൂടെ ചെയ്യുക, ഹൈപ്പ് ചെയ്യാനും മറക്കരുത്. നമ്മുടെ കാര്യം കൂടെ പറഞ്ഞ് നമുക്ക് തുടങ്ങാം. അപ്പം അനീഷ് എന്ന് പറഞ്ഞൊരു വ്യക്തി ആവശ്യമില്ലാതെ ഒരു മീഡിയയുടെ മുന്നിൽ വന്നതെന്ന് ഒന്നും പറയാൻ നിൽക്കുന്നില്ല. ഒരു കാര്യത്തെപ്പറ്റിയും പുള്ളി ചർച്ച ചെയ്യുന്നില്ല. ആരെപ്പറ്റി അഭിപ്രായങ്ങൾ പറയുന്നില്ല, ആരുടെ കുറ്റങ്ങൾ പറയുന്നില്ല, ഒന്നും പറയുന്നില്ല. എന്നെ ചോദിച്ചാലും മൗനമായിട്ട് ഇരിക്കത്തുള്ളൂ. പിന്നെ നമ്മൾ കണ്ടിട്ടുണ്ട് ഈ ഇൻ്റർവ്യൂവിന് പോകുന്നവർക്കൊക്കെ ചോദിക്കുന്ന ഇപ്പോൾ രേണുസുതി ആണേലും ഈ ബിൻസി ആണേലും അവരോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, ശാരികയോടാണേലും ഒക്കെ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഒരുമാതിരി മെനകെട്ട ചോദ്യങ്ങളാണ് ചോദിക്കുന്നത്. ഒരു അന്തസ്സില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കുന്നവരുണ്ട്. നമുക്ക് തന്നെ അത് കേൾക്കുമ്പോൾ ഇവരെങ്ങനെ ഇങ്ങനെയൊക്കെ ഇവരുടെ മോൻ നോക്കി ചോദിക്കുന്നതെന്ന് ഓർക്കും. അത്രയ്ക്ക് മോശമായിട്ടും എനിക്ക് തോന്നേ ഒന്നും അല്ലെങ്കിലും ഒരു ഇൻ്റർവ്യൂ ചെയ്യുന്നവർക്കും വേണം ഒരു മര്യാദ. പിന്നെ എനിക്ക് തോന്നേ ഇവരിത് പെയ്ഡായിട്ട് പോകുന്നതാണ്. അപ്പോൾ ഇവരെ കൂടെ എന്നാ വേണേലും ചോദിക്കാം എന്നുള്ളൊരു ഇതിലായിരിക്കും ഇവരിയ്ക്കുന്നത്. നമ്മളെ പറ്റിക്കാൻ വേണ്ടി കുറേ ഇങ്ങനെ ഷോ കാണിക്കുന്നതായിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓർക്കുന്നുണ്ട് രേണുസുധീനെ ഒരു പ്രാവശ്യം ശാരിക ഇൻ്റർവ്യൂ ചെയ്യോ, അത് ഭയങ്കര ഒരു ഇൻ്റർവ്യൂ ആയിപ്പോയി. ഞാൻ തന്നെ വല്ലാതായിപ്പോയി കേട്ടപ്പോൾ. രേണുവിനെ അന്നൊക്കെയാണ് എനിക്കൊരു ഇഷ്ടം ആയിപ്പോയത്. കാര്യം ഇത്രയും സഹിക്കുന്നല്ലോ എന്ന് ഓർത്തുണ്ട്. അതുപോലെ രേണു സഹിച്ചിരുന്ന ഒരു സമയമാണ് അതൊക്കെ. അവരൊക്കെ ഇപ്പോൾ തമ്മിൽ ഭയങ്കര സുഹൃത്തുക്കളായി മാറി. ഭയങ്കര ഇതാണ്. ഇപ്പോൾ അവർ രണ്ടുപേരും ഒന്നിച്ചാണ് മറ്റുള്ളവരുടെ കുറ്റം പറയുന്നത്. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ള സമയത്ത് അനീഷ്, ഇതൊരു ഇൻ്റർവ്യൂ എന്ന് പറയാൻ പറ്റത്തില്ല കേട്ടോ, അനീഷ് ഗസ്റ്റായിട്ട് പോയതാണ്. നമ്മുടെ ഒരു ഓൺലൈൻ മീഡിയ തന്നെയാണ്, കെൻമി ഡിജിറ്റൽ അക്കാഡമി എന്ന് പറഞ്ഞു വരുന്നുണ്ട്. ഈ ജോലി സാധ്യതയ്ക്കൊക്കെ വേണ്ടി പിള്ളേർ പഠിക്കുന്നതും അങ്ങനെയൊക്കെ ആയിട്ടുള്ളൊരു അക്കാഡമിയാണ്. അപ്പോൾ അവിടെ ഗസ്റ്റായിട്ട് ചെന്നാണ്. അപ്പം അനീഷ് എപ്പോൾ ചെല്ലുമെന്നും പറഞ്ഞ് അവർ നോക്കി ഇരുന്നാണ്. അവർക്കൊരു ചാനലുണ്ട്, ആ ചാനലിനകത്തൂടെയാണ് ഈ ഇൻ്റർവ്യൂ ഇതാക്കിയേക്കുന്നത്. അപ്പം അതിനകത്തൂടെ അനീഷ് വന്നു. ആ ഒരു വരുന്നതിൽ തന്നെ ഉണ്ടല്ലോ ഒരു സ്റ്റാൻഡേർഡ് ഉണ്ട് കേട്ടോ. അനീഷ് നടന്ന് വരുന്നതിൽ തന്നെ ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്ത് പുള്ളിയുടെ ആ ഒരു ഇത് ചെയ്ത് ആ ഒരു സ്റ്റാൻഡേർഡ് കീപ്പ് ചെയ്താണ് പുള്ളി വരുന്നത്. വന്ന് അവിടെ ഇരുന്നു. അവർ ചോദ്യം ചോദിക്കുന്നുണ്ട്. ആദ്യമേ ചോദ്യം ചോദിക്കുന്നതേ അവർ ചോദിക്കുന്ന ചോദ്യത്തിന് ഉത്തരം അല്ല പറയുന്നത് കേട്ടോ. അവിടെ ജോലി ചെയ്യുന്ന ആൾക്കാരോട് ചോദിക്കുന്നുണ്ട്, നിങ്ങൾക്ക് ഇതിനെപ്പറ്റിയുള്ള അഭിപ്രായം എന്നാന്ന് ചോദിക്കുന്നുണ്ട്. അക്കാഡമിയെ പറ്റി അവിടെ പഠിക്കുന്ന ആൾക്കാരോട് തന്നെ ചോദിച്ച് അവരുടെ അഭിപ്രായങ്ങൾ കേട്ടതിന് ശേഷമാണ് അനീഷിനോട് ചോദിച്ച ചോദ്യത്തിനുള്ള ഉത്തരം പറയുന്നത്. അപ്പോൾ അത് ചോദിക്കുന്നത് ബിഗ് ബോസിൽ 100 ദിവസം നിന്നതിനെ പറ്റിയാണ് ചോദിക്കുന്നത്. അത് നമുക്കൊന്ന് കേട്ട് നോക്കാം. എത്ര മാന്യമായിട്ടുള്ള ചോദ്യവുമായിരുന്നു, മാന്യമായിട്ടുള്ള മറുപടിയായിരുന്നു കേട്ടോ അത്. ബിഗ് ബോസിനെ കുറിച്ച് ചോദിക്കുമ്പോൾ 100 ദിവസം കംപ്ലീറ്റ് ആയിട്ട് സ്വന്തം വീട്ടുകാരും നാട്ടുകാരും കൂട്ടുകാരും ഒന്നും ഇല്ലാതെ വേറൊരു ലോകം എന്ന് തന്നെ പറയാം. ആ ഒരു ലോകത്ത് ജീവിക്കുന്ന സമയത്തിലേക്ക് നമ്മൾ കാണുന്നത് എഡിറ്റഡ് വേർഷൻസ് ആകാം, അല്ലെങ്കിൽ നമ്മൾ എന്ത് കാണണമെന്ന് അവർ തീരുമാനിക്കുന്നോ അതേ നമ്മൾ കണ്ടിട്ടുള്ളൂ. അതല്ലാതെ ബിഗ് ബോസ് വീട്ടിലകത്തൊരു എക്സ്പീരിയൻസ് അതെങ്ങനെ ഉണ്ടായിരുന്നു? എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും സുഖമായിരിക്കുന്നോ? ക്ലാസ് ഒക്കെ എങ്ങനെ പോകുന്നു? ശരി, ഒരു കാര്യം ചെയ്യാം. നിങ്ങളുടെ ക്ലാസിന്റെ എക്സ്പീരിയൻസിനെ കുറിച്ച് ആരാണ് ഇവിടെ വന്ന് സംസാരിക്കാൻ പോകുന്നത്? ഒരാൾ വന്ന് പറയും നിങ്ങളുടെ എക്സ്പീരിയൻസ്. വേഗമാവട്ടെ. അങ്ങനെ ഒരു ക്ലാസ്സിനെ പറ്റിയും അവരുടെ ആ ഒരു എക്സ്പീരിയൻസിനെ പറ്റിയൊക്കെ ചോദിച്ചതിന് ശേഷമാണ് അപ്പം ഞാൻ ഓർത്ത് കേട്ടോ, ചിലപ്പോൾ ഈ ചോദ്യം ചോദിച്ചത് മൈൻഡ് ചെയ്യാതെ അടുത്ത കാര്യങ്ങളിലേക്ക് ചോദിക്കുമായിരിക്കുന്നതെന്ന് വിചാരിച്ചത്. ഇതിനുള്ള ആൻസർ കൊടുക്കുകയല്ലെന്നായിരുന്നു വിചാരിച്ചേട്ടോ. കാര്യം എന്താ വെച്ചാൽ ചോദ്യം ചോദിച്ച പുറകെയാണ് അവിടുത്തെ സ്റ്റുഡൻറ്റിനോട് ചോദിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെയുള്ള എക്സ്പീരിയൻസ് എന്നതാണ്, അത് പറയാനുള്ളത്. അവരത് പറയുന്നുണ്ട് കേട്ടോ. അവരത് പറഞ്ഞു കഴിഞ്ഞതിന് ശേഷമാണ് അനീഷ് ഇതിനെപ്പറ്റിയുള്ള ചോദിച്ചതിനുള്ള ഉത്തരം കൊടുക്കുന്നത്. ഈ ചോദ്യം എന്ന് പറയുന്നത് ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ്. ബിഗ് ബോസിന്റെ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞാൽ വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. കാരണം മൈജി നടത്തിയ കോമണർ കോൺടെസ്റ്റിലൂടെയാണ് ഞാൻ ബിഗ് ബോസിലേക്ക് തെരഞ്ഞെടുക്കപ്പെടുന്നത്. അപ്പോ എത്രയോ ആളുകൾ, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനേക്കാൾ കൂടുതൽ ആളുകൾ മാറ്റുരച്ച ഒരു കോൺടെസ്റ്റ് ആയിരുന്നു മൈജി നടത്തിയത്. അതിൽ നിന്ന് എന്നെ തെരഞ്ഞെടുത്തു, എനിക്ക് സെലക്ഷൻ കിട്ടി. അങ്ങനെ ഞാൻ ബിഗ് ബോസിൽ എത്തുന്നു. അതിനേക്കാളേറെ സന്തോഷം എന്ന് പറയുന്നത് ഫസ്റ്റ് മത്സരാർത്ഥിയായിട്ട് എനിക്ക് ബിഗ് ബോസിലേക്ക് എത്താനായിട്ട് കടന്നു ചെല്ലാനായിട്ട് സാധിച്ചു.
അതിനുശേഷം ബിഗ് ബോസിലെത്തി. ബിഗ് ബോസിൽ എത്തിക്കഴിഞ്ഞപ്പോ അതൊരു ശരിക്കൊരു മായാലോകം എന്നൊക്കെ പറയില്ലേ, നമ്മള് ഒരു സാധാരണക്കാരൻ സ്വപ്നം കാണുന്നതിനേക്കാൾ അപ്പുറമുള്ള ഒരു മായാലോകമായിരുന്നു. അപ്പൊ എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും വലിയൊരു പ്ലാറ്റ്ഫോം ആയിരുന്നു ബിഗ് ബോസ്. അത് കിട്ടി. അപ്പൊ അത് ഫലപ്രദമായിട്ട് യൂട്ടിലൈസ് ചെയ്തു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 100 ദിവസം നിൽക്കാനായിട്ട് പറ്റി. അവസാനം മോഹൻലാൽ സാറിന്റെ കൈ പിടിച്ചാണ് ഇറങ്ങിയതിന് ശേഷം ജനങ്ങളുടെ ഒരു പൾസ് അറിഞ്ഞപ്പോ, ഇത്രമാത്രം സ്നേഹം കിട്ടുന്നു എന്നറിഞ്ഞപ്പോഴുള്ള ആ ഒരു മൊമെന്റ് ഉണ്ടല്ലോ, അത് വാക്കുകൾക്കും അതീതാണ്. നിങ്ങളോടൊന്നും അല്ലെങ്കിൽ ഒരാൾക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം ഇത്രമാത്രം സ്നേഹം എനിക്ക് ജനങ്ങളിൽ നിന്ന് കിട്ടുന്നുണ്ടല്ലോ എന്ന് ആലോചിച്ചപ്പോ ശരിക്കും എന്താ പറയാ, വണ്ടറടിച്ചു പോയി എന്നൊക്കെ പറയില്ലേ, അത്രമാത്രം സന്തോഷമായി. അപ്പോൾ ഇതിനകത്ത് ചോദിക്കുന്ന ചോദ്യങ്ങൾക്കുള്ള മറുപടിയും കാര്യങ്ങളൊക്കെയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ പറയാം കേട്ടോ, നമ്മൾ ഈ ചെല്ലുമ്പോഴത്തേക്ക് ആ ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇന്നതായിരിക്കണമെന്ന് ചിലർ നിർബന്ധം പിടിക്കും. എനിക്കൊന്ന് അനീഷ് പറഞ്ഞിട്ടുണ്ടായിരിക്കും, അനീഷിനോട് ആവശ്യമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കരുത്, മറ്റുള്ളവരുടെ കാര്യങ്ങൾ ചോദിക്കരുത്, PR-നെ പറ്റി ചോദിക്കരുത്. എനിക്കൊന്ന് അങ്ങനെയൊക്കെ ഒരു കർക്കശക്കാരനായിട്ടുള്ളൊരു വ്യക്തിയാണ്. കാര്യം അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പുള്ളിക്ക് സംസാരിക്കാൻ താല്പര്യമില്ലാത്തതുകൊണ്ട് എന്നെപ്പറ്റി നിങ്ങൾ എന്നെല്ലാം അറിയണമെങ്കിൽ ചോദിച്ചു. എനിക്ക് വന്ന് പിന്നെ അനുവിനെ പ്രപ്പോസ് ചെയ്ത കാര്യവും ചോദിക്കില്ലെന്ന് വേണേൽ പറഞ്ഞാണ്. അതൊക്കെ അവിടുത്തെ കാര്യങ്ങളാണ്. ബാക്കി ഇദ്ദേഹത്തെ പറ്റി കാര്യങ്ങളൊക്കെ അന്വേഷിക്കാൻ പറയുന്നത്, പേഴ്സണലായിട്ട് ഒരു കാര്യങ്ങളും ചോദിക്കില്ലെന്ന് പറഞ്ഞിട്ടുണ്ടായിരിക്കും. അത് എനിക്കൊന്ന് അവരും അത് തന്നെ അനുസരിച്ചാണ് ഓരോ കാര്യങ്ങളും ചോദിക്കെടുക്കുകയൊക്കെ ചെയ്ത് കേട്ടോ. നമ്മൾ ഈ ഒരു വീഡിയോ കണ്ടിട്ടിരിക്കുമ്പോൾ ഇതൊരു ഇൻ്റർവ്യൂ നമുക്ക് പറയാൻ പറ്റത്തില്ല. ഗസ്റ്റായിട്ട് ചെന്നു അവിടെ ഉള്ളവർ തന്നെ കുറേ ക്വസ്റ്റ്യങ്ങളൊക്കെ ചോദിക്കുന്നു എന്നൊക്കെയാണ് പറയുന്നത്. അങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പം അത് കഴിഞ്ഞ് 100 ദിവസം കഴിഞ്ഞ് ഇറങ്ങിയപ്പോൾ ഉണ്ടായ ഒരു ഫീലിനെ പറ്റി ചോദിക്കുന്നുണ്ട് കേട്ടോ, പുറത്തിറങ്ങിയപ്പോൾ ഉണ്ടായ. 100 ദിവസം അതിനകത്ത് നിന്നിട്ട് അതൊരു ചെറിയ കാര്യമല്ല. 100 ദിവസം അത്രയും ഗെയിമുകളും ടാസ്കുകളും മെന്റൽ ഡിപ്രഷൻ വരെ കടന്നു പോയിട്ട് നമ്മളെല്ലാവരും കണ്ടിട്ടുണ്ട്. പല സമയത്തും അവരെല്ലാവരും ഗ്യാങ് പോലെ അനീഷകാർട്ടികളിലേക്ക് നമ്മൾ കണ്ടു. അപ്പൊ ഈ 100 ദിവസം കഴിഞ്ഞിട്ട് 101ാമത്തെ ദിവസം ഉണ്ടാവല്ലോ, അതായത് 100 ദിവസം ഒരു റൂൾസ് ഒക്കെ പാലിച്ച് നിങ്ങൾ ഒരു വീട്ടിനകത്ത് കഴിഞ്ഞു. 101ാമത്തെ ദിവസം എങ്ങനെയുണ്ട് പെട്ടെന്ന് അതിൽ നിന്നൊരു മാറ്റം? 101ാമത്തെ ദിവസം 101 ദിവസം വരെ നമുക്ക് മൊബൈൽ ഉണ്ടായിരുന്നില്ല. മൊബൈൽ കിട്ടി കഴിഞ്ഞപ്പോ, മൊബൈൽ ഒന്ന് ഓൺ ചെയ്ത് കഴിഞ്ഞപ്പോ ശരിക്കും ഞാൻ ഞെട്ടിപ്പോയി. കാരണം ഒരു തരത്തിൽ നമുക്ക് വിശ്രമില്ലാത്ത രീതിയിൽ കോളുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. കോളുകളും മെസ്സേജുകളും ഒക്കെ ആയിട്ട് ഫോൺ ശരിക്കും ഹാങ് ആയി പോയ ഒരു അവസ്ഥയായിരുന്നു. ആ ഒരു നിമിഷം എന്ന് പറഞ്ഞാൽ നമ്മൾ കുറെ കാലം മുൻപ് ബിഗ് ബോസ് എന്നൊരു പ്ലാറ്റ്ഫോം സ്വപ്നം കണ്ടിരുന്നു. നമുക്കത് അതിലേക്ക് എങ്ങനെ എത്തിച്ചേരാം എന്നൊക്കെ ഇങ്ങനെ പലപ്പോഴായിട്ട് ആലോചിച്ചിരുന്നു. അങ്ങനെ എത്തിച്ചേർന്നു. അപ്പൊ ഞാനിങ്ങനെ സ്വപ്നം കാണാനിരുന്നു, എനിക്കൊരു എന്താ പറയാ കുറച്ച് ഫെയിം കിട്ടുന്നു, ആളുകൾ എന്നെ തിരിച്ചറിയുന്നു എന്നൊക്കെ കുറെ കാലങ്ങൾക്ക് മുൻപേ ഞാൻ സ്വപ്നം കണ്ടിരുന്നു. ആ ഒരു സ്വപ്നം യാഥാർത്ഥ്യമായി എന്നുള്ള തിരിച്ചറിയുന്ന നിമിഷം കൂടിയായിരുന്നു അത്. അപ്പൊ എന്താ പറയാ, അത്രമാത്രം സന്തോഷമായിരുന്നു. ആ ഒരു മൊമെന്റ് ഒക്കെ എന്ന് പറഞ്ഞാൽ അത് എക്സ്പീരിയൻസ് ചെയ്ത് തന്നെ നമ്മൾ മനസ്സിലാക്കണം. ഓക്കെ, അപ്പൊ ഫോണിൻ്റെ കാര്യമൊക്കെ പറയുന്നുണ്ട്, വേറെയും കാര്യങ്ങൾ പറയുകയൊക്കെ ചെയ്യുന്നുണ്ട്. ഫോണ് സ്വിച്ച് ഓഫ് ചെയ്ത് വെച്ചിട്ടായിരുന്നു പോയത്. ഈ അനീഷിൻ്റെ ഒരു അക്കൗണ്ടൊക്കെ ഉണ്ട്, ആ അക്കൗണ്ടൊന്നും ആരെയും ഏൽപ്പിക്കാതെ ഒക്കെയാണ് പോയത്. പക്ഷേ അതിനെപ്പറ്റിയൊന്നും അറിയത്തില്ലായിരുന്നെന്ന് പറഞ്ഞു. അങ്ങനെ അക്കൗണ്ട് ഏൽപ്പിച്ചിട്ട് പോയിരുന്നെങ്കിൽ കുറച്ചും കൂടെ ഒരു ഇത് വന്നായിരുന്നേ. ഇത് അല്ലാതെ പ്രേക്ഷകർ തന്നെ ഇറക്കിയ ഓരോ ബിഗ് ബോസിലെ കാര്യങ്ങളൊക്കെയാണ് നമ്മളല്ലാതെ യൂട്യൂബിലും ഫേസ്ബുക്കിലൊക്കെ കണ്ടുകൊണ്ടിരുന്നത്. അപ്പോൾ അനീഷ് പറഞ്ഞു, അങ്ങനെ ഫോൺ കൊടുത്തിട്ട് പോയിരുന്നെങ്കിൽ ആ ചാനലിൽ ഇച്ചിരി കൂടെ ഗുണം കിട്ടിയായിരുന്നേന്ന് പറഞ്ഞു. അനീഷിൻ്റെ ഒരു ചാനൽ, അനീഷ് നേരത്തെ ഉള്ളൊരു ചാനലാണ്, ആ ചാനലിൽ ഇച്ചിരി കൂടെ ഒരു ഇത് കിട്ടിയായിരുന്നേ. എനിക്ക് തോന്നുന്നു ഇപ്പോൾ വന്നതിന് ശേഷം അനീഷ് അതിനകത്ത് ഒരു വീഡിയോ അങ്ങോട്ട് ഇട്ടിട്ടുള്ളൂ എന്ന് തോന്നുന്നു. അതിന് മുന്നത്തെ വീഡിയോസ് ആണെന്ന് തോന്നുന്നു കിടക്കുന്നൊക്കെ, അല്ലാതെ ഒന്നും ബിഗ് ബോസിനെ പറ്റിയുള്ള വീഡിയോസ് ഒന്നും അങ്ങനെ അതിനകത്ത് കണ്ടിട്ടില്ല. ഞാൻ കണ്ടില്ല, ഇനി ഇട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല കേട്ടോ, ഞാൻ കണ്ടില്ല അതിനകത്ത് നോക്കിയിട്ട്. അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളും അതുപോലെ തന്നെ സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള മറുപടിയും കാര്യങ്ങളും ഒക്കെയാണ് അനീഷ് കൊടുക്കുന്നത്. ഇതൊക്കെ സത്യം പറഞ്ഞാൽ ബിഗ് ബോസിൽ നിന്ന് ഇറങ്ങി മറ്റുള്ളവർ കണ്ടുപിടിക്കേണ്ട കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. ഈ മനുഷ്യനെ ഒരുപാട് പേര് കുറ്റം പറഞ്ഞവരുണ്ട്, അങ്ങനെയാണ് ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചതെന്നൊക്കെ. പക്ഷേ എന്നാണേലും എവിടെ ഇറങ്ങിയാലും പുള്ളിയുടേതായ ഒരു ക്വാളിറ്റി വിട്ട് നിൽക്കാറില്ല. ആ ഒരു രീതി അനുസരിച്ച് ആരോടും അത് അങ്ങ് ബഹളം വെച്ച് സംസാരിച്ചെടുക്കാറില്ല. പിന്നെ ഇതിന് അനീഷ് പോലെ തന്നെ എനിക്ക് തോന്നിയിട്ടുള്ള വ്യക്തി തന്നെ അത്രയും ഇത് വരുന്നില്ലെങ്കിലും കുറച്ചെങ്കിലും ഒരിച്ചിരി ഇതായിട്ടുള്ള അനുവാണ്. ഇൻ്റർവ്യൂ കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട്, പക്ഷെ ആരെയും മോശമായിട്ട് പറയുന്നില്ല കേട്ടോ. ഒരു വ്യക്തിയെപ്പോലും ദ്രോഹിച്ചവരെയാണേലും എല്ലാവരെയും, അത് ഗെയിമിൻ്റെ ഭാഗം എന്ന് മാത്രം എത്ര കുത്തി ചോദിച്ചാൽ പോലും അനു പറയാറുണ്ട്. അത് നമുക്ക് നോക്കാം, അത് നമുക്കറിയാം. അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ ഉള്ളതല്ലാതെ അല്ലെങ്കിൽ അവരെന്നോട് അങ്ങനെ കാണിച്ചു, ഞാൻ ഇങ്ങനെ കാണിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇതായിട്ട് പറയുന്നില്ല. പിന്നെ ഇത് പറയുമ്പോൾ അത് ട്രോഫിയുടെ കാര്യമൊക്കെ പറയുമ്പോൾ ഞാൻ അതുപോലെ കഷ്ടപ്പെട്ടിട്ടാണ് എനിക്കത് കിട്ടിയത്, അത്രയ്ക്ക് ഞാൻ ഇവിടെ കിടന്ന് കഷ്ടപ്പെട്ടു എന്ന് പറയുന്നുണ്ട്. ബാക്കി ആരും എന്നാ പ്രശ്നം ഉണ്ടാക്കിയെന്ന് പറഞ്ഞാലും പറയുന്നുണ്ട് അതൊക്കെ ഗെയിമിൻ്റെ ഭാഗമായിട്ട് എന്നാണ് പറയുന്നത്. അതൊക്കെയാണ് ഒരു ക്വാളിറ്റി എന്ന് പറയുന്നത്. അല്ലാതെ ഒരു ഇതെടുത്ത് വെച്ച് ഞാൻ അവിടെ സമയത്ത് എന്നെ അങ്ങനെ പറഞ്ഞു, എന്നെ ഇങ്ങനെ പറഞ്ഞു, ഞാൻ അത് ചെയ്തു, എന്നെ ഇങ്ങനെ പിച്ചി മാന്തി ഞുള്ളി എന്നൊക്കെ പറയുന്ന പോലെ ഇപ്പോൾ ഇറങ്ങി വെച്ചുണ്ടല്ലോ ഉള്ള ഇൻ്റർവ്യൂവിലെല്ലാം ഇരുന്ന് അതിനകത്തെ കാര്യങ്ങൾ പറയുന്നവർ കുറേ പേരുണ്ട്. ആ പറയുന്നവരെല്ലാം
അവരുടെ വിചാരം നമ്മളങ്ങ് വെറുത്തു പോകും. കുറേ നേരമൊക്കെ ഇത് കേട്ട് കഴിയുമ്പോൾ എല്ലാ ചാനലിലും ചെന്നിച്ച് ഇത് തന്നെയാണ് പറയുന്നത്. എല്ലാം അതിനകത്തും ചെന്നിച്ച് അതിനകത്ത് ചെന്ന് പിന്നെ അവരുടെ കുറേ കൊനിഷ്ഠ പിടിച്ച ചോദ്യങ്ങൾ, അതിന് അവരെ അടിക്കാൻ ചെല്ലുന്നു, അവരെ ചീത്ത വിളിക്കുന്നു, നിങ്ങളെ ഞാൻ അങ്ങനെയും ഒരുമാതിരി ഗുണ്ടായസം മാതിരി കിടന്ന് കാണിക്കുന്നു. ഉമ്മ എല്ലാം കോക്കാമ്പിച്ച് കാണിക്കുന്നതേ ഉള്ളൂ. ഇതുപോലെ തന്നെ നമ്മുടെ നെവിനുണ്ട് കേട്ടോ. നെവിനും അനീഷ് ജയിക്കണമെന്നായിരുന്നു ആഗ്രഹിച്ചെന്ന് ആദ്യം പറയുന്നുണ്ട്. എന്നും പറഞ്ഞ് നെവിന് ആരോടും പിണക്കവും കാര്യങ്ങളോ ഒന്നുമില്ല. നെവിൻ എല്ലാ ബിഗ് ബോസിനകത്ത് എങ്ങനെയായിരുന്നു അതേ സ്വഭാവത്തിൽ തന്നെയാണ് വെളിയിൽ ഇറങ്ങിയിട്ട് കാണിക്കുന്നത്. അതിനകത്തും പുറത്തും ഒരേ സ്വഭാവത്തിൽ നിന്നൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ എനിക്കൊന്ന് നെവിൻ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. ബാക്കി എല്ലാവർക്കും സ്വഭാവ വ്യത്യാസങ്ങൾ കാണിക്കുന്നുണ്ടായിരുന്നു. അകത്തുള്ള പോലെ അതേ തന്നെ നെവിൻ പുറത്തിറങ്ങിയപ്പോഴും നെവിൻ്റെ വായിൽ നിന്ന് വരുന്ന വർത്തമാനങ്ങളും ആ സൈസ് തന്നെ. അപ്പം നെവിനോട് PR-നെ പറ്റി ചോദിക്കുന്നുണ്ട്. നെവിൻ കൊടുക്കുന്ന മറുപടി കറക്റ്റാണ്. അത്രയേ ഉള്ളൂ ആ കാര്യം. അതിനപ്പുറത്തോട്ട് പിന്നെ അതിനെപ്പറ്റി സംസാരിക്കേണ്ട കാര്യമില്ല. അത് നെവിൻ പറയുന്നത് എന്നാന്ന് കേൾപ്പിക്കാം. ഞാൻ കാര്യം പറയട്ടെ, നമ്മുടെ ആനയുടെ എഴുന്നള്ളിപ്പും കഴിഞ്ഞു, ആനപ്പാപ്പൻ വീട്ടിലിരുന്ന് ചോറ് കഴിച്ചു. എന്നിട്ട് നിങ്ങൾക്ക് ഇപ്പോഴും സംസാരിക്കണം. ശൈത്യക്കൊന്നും മനസ്സിലായിട്ടില്ല ഇപ്പോഴും. ഓക്കെ, ഞാൻ എന്റെ കാര്യമാണ് പറയുന്നത്. അത് അവിടെ മറ്റേ ഉത്സവം കഴിഞ്ഞു, ആനപ്പാപ്പൻ അവിടെ വീട്ടിലുണ്ട്. എന്നിട്ടും ആനവാലിൽ തന്നെയാണല്ലോ പിടിച്ചു തൂക്കണം. ആന പിന്നിട്ട് പോയി. ഞാൻ അതാ പറയാനായിട്ട് ഉദ്ദേശിച്ചത്. പക്ഷെ ഞാനൊന്നുകൂടി സാധനമാക്കിയതാ. ശൈത്യം വിളിച്ചിരുന്നു, പക്ഷെ എനിക്ക് കോൾ എടുക്കാൻ പറ്റിയില്ല. അല്ലല്ല, ശരിക്കും നീ ഇങ്ങനെ തന്നെയാണല്ലേ? നിങ്ങൾക്ക് എപ്പോഴും മനസ്സിലായിട്ടില്ല എന്നെ? ഇല്ല, ഞാൻ ഇങ്ങനെ തന്നെയാണ്. നിങ്ങൾക്ക് എത്ര ആൾക്ക് മുന്നേ അറിയാം? തീർച്ചയായിട്ടും പറയാം. പോരെ, ഞാൻ ഇന്നാണ് വിളിക്കാൻ പോയിട്ട് ശൈത്യനെ. ശൈത്യ ഇസ് മൈ എന്താ പറയാ, എന്നെ ഒരുപാട് എനിക്ക് ബിഗ് ബോസിൽ വന്നപ്പോഴേക്കും ഗിഫ്റ്റ് ഒക്കെ ആദ്യം കൊണ്ടുവന്നത് ശൈത്യ നല്ല കുട്ടിയാണ്. അത് തന്നെ അതിനകത്ത് ശൈത്യയെപ്പറ്റി നിവിനോട് ചോദിക്കുന്നുണ്ട്. PR-നെ പറ്റി ചോദിക്കുമ്പോൾ നിവിൻ പറയുന്നുണ്ട് ആനയുടെ ഒരു കഥ പോലെ പറഞ്ഞെങ്കിൽ പോകുന്നുണ്ട്. പോകുന്ന സമയത്ത് അതിൻ്റെ ഇടയ്ക്ക് കുത്തി ചോദിക്കുന്നു ശൈത്യ ഇപ്പോഴും ഇത് പറഞ്ഞുകൊണ്ടിരിക്കുവാണെന്ന്. അന്നേരം നിവിൻ പറയുന്നുണ്ട് ഇതെൻ്റെ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്, മറ്റുള്ളവരുടെ കാര്യമല്ല എന്ന്. അത് പറഞ്ഞ് അതിൻ്റെ ഇടയ്ക്ക് ഇങ്ങനെയുള്ള കുറേ കൊനിഷ്ഠ പിടിച്ച ചോദ്യങ്ങളും കൊണ്ട് ഒരു കാര്യം. അപ്പം നിവിൻ്റെ വായിൽ നിന്ന് എന്നേലും വരണം ശൈത്യയെപ്പറ്റി എന്നേലും ഒന്ന് മോശമായിട്ട് പറഞ്ഞാൽ പിന്നെ അടുത്തത് നിവിൻ ശൈത്യ ഇങ്ങനെ പറഞ്ഞു. ഇതാണ് പിന്നെ അടുത്തത് വരുന്നത്. ഇങ്ങനെ മനുഷ്യരെ ഒന്നിന് പുറകെയായിട്ട് ഓരോ കാര്യങ്ങൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്നതെങ്കിലുമൊക്കെ വായിന്ന് വരും, അതേ പിടിച്ച് അടുത്തതായിട്ട് തുടങ്ങുക എന്നുള്ളതാണ്. അപ്പം നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ എനിക്ക് ഇങ്ങനെ ഇത് കണ്ടപ്പോഴത്തേക്ക് പറയണമെന്ന് തോന്നി. ഒരുപാട് ഇൻ്റർവ്യൂ ഇങ്ങനെ കാണിക്കുന്നുണ്ട്. അത് ഇങ്ങനെ ഓരോന്നും വളരെ വളരെ ഇതായിട്ട് പറഞ്ഞ് ഇങ്ങനെ പ്രശ്നങ്ങളാക്കുന്നതല്ലാതെ ഒരു നമുക്ക് കണ്ടിരിക്കാനായിട്ടൊരു സ്റ്റാൻഡേർഡായിട്ടൊരു ഇൻ്റർവ്യൂ ഇതുവരെ ഞാൻ ഒരു ചാനലിൽ അത്രയും കണ്ടില്ല. പക്ഷേ ഇത് കണ്ടപ്പോഴത്തേക്ക് എനിക്കൊന്ന് പറയണമെന്ന് തോന്നി. അതിനകത്ത് അനീഷ് ഇങ്ങനെ ഒരുത്തരെയും കാര്യങ്ങൾ പറയുന്നില്ല. ഷാനവാസിൻ്റെ കാര്യം പറയുന്നുണ്ട്, സുഹൃത്തുക്കളെ കിട്ടിയ കാര്യം പറയുന്നുണ്ട്. അവരെല്ലാം എൻ്റെ വീട്ടിലേക്ക് വരും, അവരെല്ലാവരും ഞാൻ ക്ഷണിച്ചിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളതല്ലാതെ ഞങ്ങളവിടെ ഇന്ന കാര്യത്തിന് വഴക്കുണ്ടാക്കിയിരുന്നു, ഇന്ന പ്രശ്നങ്ങളൊന്നും അതിനകത്ത് ചോദിക്കുന്നുണ്ട്. അനീഷേട്ടനെ ഒറ്റപ്പെടുത്തിയിട്ട് അവരെല്ലാവരും കൂടെ ഒറ്റ ചെയ്ത് അതൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അതൊന്നും ഒരു കുറ്റമായിട്ട് അനീഷ് ആരുടെ ഇതായിട്ട് പറയുന്നില്ല കേട്ടോ. അനീഷ് അതൊക്കെ ഒരു ഗെയിമിൻ്റെ ഇതായിട്ട് ഇങ്ങനെ പറഞ്ഞു പോകുന്നതേ ഉള്ളൂ. അപ്പം നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അനീഷിൻ്റെ ഐഡിയിൽ അനീഷ് ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ. ഇട്ടേക്കുന്നത് അനീഷിനെ ഓരോരുത്തരും വിളിക്കുന്നുണ്ട്, ഓരോ പരിപാടിക്കൊക്കെ വിളിക്കുന്നുണ്ട്. അപ്പോൾ അനീഷിൻ്റെ ഫോൺ എപ്പോഴും ഇതായിട്ടിരിക്കുന്നുണ്ട്, ബിസി ആയിട്ടിരിക്കുന്നവർ ചിലർക്ക് അറിയാൻ പറ്റുന്നുണ്ട്. അങ്ങനെ അനീഷ് നമ്പരും കാര്യങ്ങളൊക്കെ ആയിട്ട് അനീഷിൻ്റെ ഐഡിയിൽ കൊടുത്തിട്ടുണ്ടെന്ന് പറയുന്നുണ്ട്. ഇതിനകത്ത് അനീഷ് ഒരു കുഞ്ഞൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ട്. അപ്പം അത് അനീഷിൻ്റെ ഐഡി കയറി കാണാൻ പറ്റും. അനീഷിൻ്റെ പേരടിച്ച് നോക്കിയാൽ മതി. പേരടിച്ച് കഴിയുമ്പോഴത്തേക്ക് അനീഷ് ഇപ്പം ബിഗ് ബോസ് അനീഷ് എന്ന് പറയുമ്പോൾ ചാനൽ എന്ന് പറയുമ്പോഴത്തേക്ക് അത് അങ്ങനെ പേരടിക്കുന്നതേ കിട്ടും. അവരൊക്കെ വലിയ വലിയ ആൾക്കാരായി പോയില്ല ഒരു നിമിഷം കൊണ്ട്. ഇതാണ് മറ്റേ കുചേലൻ ശ്രീകൃഷ്ണനെ കാണാൻ പോയ പോലെ ഇരിക്കുന്നല്ലേ അനീഷിൻ്റെ കാര്യം. അനീഷിന് ഭയങ്കര ആഗ്രഹമായിരുന്നു എല്ലാവരും ഇങ്ങനെ അറിയുന്ന ഒരാളായിരിക്കണം, എല്ലാവരും എന്നെ അറിയപ്പെടണം, അങ്ങനെയൊക്കെ ഒരു ഇത് കിട്ടണം, പബ്ലിക്കിലൊരു ഇത് കിട്ടണമെന്നൊക്കെയുള്ളൊരു ആഗ്രഹമുള്ള ഒരാളായിരുന്നു. പുള്ളിയെ ഒന്നറിയപ്പെടണം എന്നുള്ള ഒരാളായിരുന്നു. അപ്പം അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ അനീഷ് ആഗ്രഹിച്ച പോലെ തന്നെ അനീഷിന് കിട്ടി. ഫസ്റ്റ് കിട്ടിയില്ലെങ്കിലും ഫസ്റ്റ് കിട്ടിയ പോലെ തന്നെയാണ്. അതുപോലെ ഒരു കുറച്ച് വോട്ടിൻ്റെ എങ്ങാണ്ട് വ്യത്യാസത്തിനേ ഉള്ളൂ ഇവരുടെ മാറി മറിഞ്ഞൊക്കെ പോയത്. അപ്പം അനീഷിൻ്റെ ഇൻ്റർവ്യൂവും കാര്യങ്ങളൊക്കെ കണ്ടപ്പോഴത്തേക്ക് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് തോന്നി. നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറയുന്നത് ഇതാണ്. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം.